ഞാൻ സമ്മതിക്കത്തില്ല. സ്ത്രീധനത്തോയ്ക്ക് അവധി പറഞ്ഞിട്ടുള്ള ആലോചനയൊന്നും നമുക്ക് വേണ്ട. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരും നല്ല തറവാട്ടുകാരാണമ്മേ. പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കില്ല. അവധി പറഞ്ഞ സ്ത്രീധനം ഒന്നും തിരിച്ചു കിട്ടിയതായ ചരിത്രമില്ലടാ മോനെ. കുറെ നാളായി ഈ പെണ്ണ് കാണൽ തുടങ്ങിയിട്ട്. നാട്ടുകാരെന്നെ കളിയാക്കി തുടങ്ങി. ചായയും പലഹാരവും കഴിക്കാൻ വേണ്ടി വീട് തോറും കയറിയിറങ്ങി നടക്കാണെന്ന് പറഞ്ഞ് ഇപ്രാവശ്യം ഒരുമാതിരി ഒത്തു വന്നതാ. അപ്പോഴായി സ്ത്രീധനത്തിന്റെ പ്രശ്നം. അമ്മയ്ക്ക് പെണ്ണ് എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ലല്ലോ, സ്ത്രീധനമാണ് വലുത്. അതേടാ, നിനക്ക് കിട്ടാൻ അർഹതയുള്ളത് കൊണ്ടാ ചോദിക്കുന്നത്. ഒരിക്കലേ കിട്ടൂ. പിന്നെ ജീവിതകാലം മുഴുവൻ പെണ്ണിനും അവള് പെറ്റിടുന്ന കുഞ്ഞുങ്ങൾക്കും ചെലവിന് കൊടുക്കേണ്ടത് നീയാ. പെണ്ണ് വീട്ടുകാർ ആണ്ടോടാണ്ട് കൊണ്ടുവന്ന് കുടഞ്ഞിട്ട് വരികയും പറ്റുന്നതില്ല. അമ്മ എന്ത് പറഞ്ഞാലും ശരി, കെട്ടുന്നെങ്കിൽ ഞാൻ ആ പെണ്ണിനെ കെട്ടു. മോനെ ശാന്ത, അഴകിട്ട് വെച്ചാ ചോറാവൂല്ലടാ, അരി ഇട്ട് വെച്ചാലേ ചോറാവൂ. അമ്മ ഇവിടെ അരിയിട്ട് വെച്ചോണ്ടിരുന്നോ? എനിക്ക് വേണ്ടി ഇനി പെണ്ണ് കാണാൻ വേണ്ട, കല്യാണം ആലോചിക്കാൻ വേണ്ട. ചേട്ടൻ ഇങ്ങനെ ചൂടായാലും എങ്ങനെ? ചേട്ടന്റെ സ്ത്രീധനം കെട്ടിട്ട് വേണ്ട ഇവിടെ കെട്ടിച്ചയക്കാൻ. എന്നാലേ സ്ത്രീധനം വാങ്ങിക്കാതെ ഞാൻ കെട്ടാൻ പോകുന്നത്. നിനക്ക് കിട്ടുന്ന സ്ത്രീധനം കൊണ്ട് അവളെ കെട്ടിച്ചാ മതി. പ്രദീപേട്ടന് സ്ത്രീധനം കിട്ടുമെന്ന് തോന്നുന്നില്ല. അതെന്താടാ? അയ്യോ അമ്മേ, അത് വേറെ ലൈനാ. ഇപ്പൊ അമ്മയ്ക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ എടാ, എന്താ കാര്യം പ്രസാദാ? അതെ കുണ്ടം ഓടിയപ്പുറത്ത്. കുറച്ചുകൂടെ അങ്ങോട്ട് കഴിച്ചേ. അമ്മേ, ചാന്തേട്ടന് ഭക്ഷണം വേണ്ടെന്ന്. എന്ത് പറ്റി? വയറിന് വല്ല അസുഖമാണോ? വയറിനല്ല അസുഖം, ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാത്തതിലുള്ള കെറുവാ. എന്നാ പിന്നെ സ്ത്രീധനം ഒന്നും മേടിക്കാതെ കെട്ടിക്കോട്ടെ. ഒരു ധർമ്മ കല്യാണം നടത്തിയതിന്റെ പുണ്യം കിട്ടുമല്ലോ. അമ്മ എന്ത് ഇത്ര വാശി പിടിക്കുന്നത്? ചേട്ടൻ അതാണ് ഇഷ്ടമെങ്കിൽ അതങ്ങ് നടത്തി കൊടുത്തൂടെ? എന്റെ മോൻ നല്ല ഒന്നാന്തരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാ. എണ്ണിച്ചുട്ട് അപ്പം പോലെ 5-6 കാശ് സ്ത്രീധനം മേടിച്ചോണ്ട് കല്യാണം കഴിക്കേണ്ട ഗതികേടൊന്നും എന്റെ മോന് വന്നിട്ടില്ലടാ. എന്റെ അമ്മേ, നമ്മൾ ആവശ്യപ്പെട്ട സ്ത്രീധനം അവർ തരില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ബാക്കി 25,000 രൂപ 6 മാസം അവർ തരില്ലേ? ചേട്ടൻ ഇത്ര ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇതങ്ങ് നടത്തി കൊടുക്കാമേ. അല്ലെങ്കിൽ ഇനി ഇവിടെ ആരെന്ത് പറഞ്ഞാലും ദേഷ്യമായിരിക്കും. ദേ ഇപ്പൊ തന്നെ നിരാഹാരം തുടങ്ങിയിരിക്കുക. എടാ ശാന്ത, എഴുന്നേറ്റ് ഊണ് കഴിക്കേ. എടാ എഴുന്നേക്കാൻ. ചേട്ടൻ ഇങ്ങനെ നിസ്സാര കാര്യത്തിന് കൊച്ചുകുട്ടികളെ പോലെ പട്ടിണി കിടന്നാൽ എങ്ങനെ? ഇത് നിസ്സാര കാര്യമാണോ? വിവാഹം എന്നൊക്കെ പറയുന്നത് ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് അല്ലേ? ഒത്തു കിട്ടുന്നവൻ ഭാഗ്യവാൻ അല്ലേ ചാന്തേട്ടാ? അയ്യോ, ലോകത്ത് ഈ ഒരൊറ്റ സുന്ദരി കോതയല്ലേ ഉള്ളു കെട്ടാൻ. എടാ ദേ, ഇനി അമ്മ കാരണം നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ല എന്ന് വേണ്ട. പിന്നെ 6 മാസത്തിനകം നിനക്ക് തരാമെന്ന് പറഞ്ഞ 25,000 രൂപ പറഞ്ഞ ദിവസം തന്നെ ഇവിടെ കിട്ടിയിരിക്കണം. അവരത് തരാതിരിക്കില്ലമ്മേ. സന്തോഷം കണ്ടില്ലേ? എലി പുന്നല് കണ്ട പോലെ. മോള് ഒന്നും വിഷമിക്കരുത്. അന്യ വീട്ടിലേക്ക് നല്ലല്ലോ മോള് പോണത്. ഇനി അതാണ് നിന്റെ വീട്. ഭാനു ഒന്നിട്ട് വരൂ. വിദ്യേ, ഇതാ ഇതിരിക്കട്ടെ. ഞാൻ നിനക്ക് വേണ്ടി കരുതി വെച്ചിരുന്നതാ. ഇത്രേ ചേച്ചിയെ കൊണ്ട് നിവർത്തിയുള്ളൂ. എനിക്കെന്തിനു ചേച്ചി രൂപ? എനിക്ക് തരാനുള്ളതെല്ലാം ഇവിടുന്ന് തന്നല്ലേ വിടുന്നത്.
എടി നീ അകത്ത് പോയി കുറച്ച് പാക്കെടുത്തോണ്ട് വാ. ആ നീ വാ. നീ അങ്ങോട്ടില്ലേ? എല്ലാരും പരിചയപ്പെട്ടോ? ഗോപാല, ഇതുപോലുള്ള ആലോചനയും കൊണ്ട് ഇനി മേലാൽ ഇങ്ങോട്ട് വരണ്ട. അതെന്താ ചേച്ചി അങ്ങനെ പറയണേ? ഇതിനെന്താ ഒരു കുഴപ്പം? സ്ത്രീധനക്കാശോ കടം. മര്യാദയ്ക്കൊരു കല്യാണ സദ്യ നടത്താൻ പറ്റിയോ ഗ്രൂപ്പിന്? ചോറിനകത്ത് മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് ഒരൊറ്റ മനുഷ്യൻ ഉണ്ണാൻ പറ്റിയോ? അതെ, ചെലവ് ചുരുക്കാൻ വേണ്ടി അയാൾ മനഃപൂർവ്വം ചെയ്തതല്ലേ. മണ്ണെണ്ണ വെച്ചാ പിന്നെ ആരും കഴിക്കത്തില്ലല്ലോ. ചാന്തനതിന്റെ വല്ല ആവശ്യമുണ്ടോ? ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്ന് പെണ്ണെടുത്ത ഇങ്ങനെ ഇരിക്കും. എന്റെ സാവിത്രി ചേച്ചി, ഞാൻ അവനോട് ഈ കാര്യം വേണ്ട വേണ്ടാന്നൊരു 100 പ്രാവശ്യം കാല് പിടിച്ചു പറഞ്ഞതാ. അപ്പോഴേ അവന് തൊലി വെളുത്ത പെണ്ണ് വേണം. എന്നാ അതിന് തക്ക ചേലോ ചെമ്മാന്തവോ ഉണ്ടോ? അതുമില്ല. അമ്മയ്ക്ക് എന്തിന്റെ സൂക്കേടാ? ഇത്തിരി വായി വെച്ചോണ്ട് ചുമ്മാ ഇരിക്കാമോ? ഓ, ജോലിയും വേലയും ഇല്ലാതെ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്ന നിന്റെ കൽപ്പനയും കൂടെ അനുസരിച്ചേക്കാവടാ. ഇരിക്കൂ. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞ എന്താ മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. അച്ഛനെയമ്മയും വിട്ടുപോകുന്നതിന്റെ വിഷമമാണോ? ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഇന്നു മുതൽ ഇത് തന്റെ വീടാ. അമ്മ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. താനാ ഒന്നും കാര്യമാക്കരുത്. അച്ഛൻ മരിച്ച ശേഷം അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തി ഈ നിലയിൽ എത്തിച്ചത്. അതിന്റെ സ്നേഹക്കൂടുതലും സ്വാതന്ത്ര്യവും അമ്മയ്ക്കുണ്ടാവും. എന്താ താനൊന്നും മിണ്ടാത്തത്? എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. തന്റെ വിഷമം എനിക്ക് മനസ്സിലായി. എനിക്ക് വേണ്ടി താൻ ക്ഷമിക്ക്. ആഹാ, നീ ഇത്ര വേഗം കയറി കിടന്നങ്ങ് ഉറങ്ങിയോ? കല്യാണത്തിന് ഓരോരുത്തർ കൊണ്ടു തന്ന രൂപയൊക്കെ എഴുതി വെച്ചോ? ആരൊക്കെ എന്തൊക്കെയാ കൊണ്ടു തന്നെന്ന് എഴുതി വെച്ചില്ലെങ്കിലേ അങ്ങോട്ടും തിരിച്ചു കൊണ്ടുപോയി കൊടുക്കേണ്ടതാ. നീ ഇങ്ങോട്ട് വന്നേ. അമ്മേ, പ്രദീപും പ്രസാദും കൂടി അവന്മാർക്ക് ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയാമോ? ഇന്ന് തന്നെ എഴുതി വെച്ചില്ലെങ്കിലേ മറന്നു പോകും. വാ. അമ്മയ്ക്ക് കണക്ക് നോക്കാൻ കണ്ട ഒരു സമയം. താൻ കിടന്നോ, ഞാനിപ്പോ വരാം. ആരാ ഇവരെ എവിടെ കൊണ്ടൊന്ന് കിടത്തിയത്? ഞാനാ. ഭവാനിയുടെ പിള്ളാരാ. എല്ലാവർക്കും കൂടെ അവിടെ കിടക്കാൻ സ്ഥലമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പിള്ളാരെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിക്കോളെ. നീ ആ പ്രസാദിന്റെ മുറിയിൽ കാണും പോയി കിടക്ക്. എന്നാ ഇവരെ പ്രസാദിന്റെ മുറി കിടത്തായിരുന്നില്ലേ? അവന്റെ മുറി പിള്ളേരൊന്നും കിടക്കുന്ന അവന് ഇഷ്ടമല്ല. ഇന്ന് അവരിവിടെ തന്നെ കിടക്കട്ടെ. പിള്ളേരെ കൊണ്ടുവന്ന് കിടത്താൻ കണ്ട ഒരു സ്ഥലം. രേഷ്മേ, ദീപേ, നോക്കൂ.